വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഒരു സന്ധി സംഭാഷണത്തിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ യുദ്ധത്തിന് അന്ത്യം കുറിക്കുമോ? എങ്കിൽ അതിനുള്ള വ്യവസ്ഥകൾ എന്തായിരിക്കും? ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചർച്ചകൾ യൂറോപ്പിന്റെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കും? റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്താതെ ചർച്ച നടത്താനാണ് ഇപ്പോൾ സൂചന. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് ട്രംപ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പുടിൻ പ്രതിനിധിതല ചർച്ചകളെയാകും കൂടുതൽ താല്പര്യപ്പെടുക. ഇരുപക്ഷത്തിന്റെയും പ്രധാന ആവശ്യങ്ങൾ ഈ ചർച്ചയിലെ വെല്ലുവിളികളാണ്. ഇതിനൊപ്പം യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് സംബന്ധിച്ച റഷ്യയുടെ ആശങ്കകളും അതിന് ട്രംപ് മുന്നോട്ട് വെച്ച ബദൽ നിർദ്ദേശങ്ങളും ഈ ചർച്ചയുടെ ഗതി നിർണ്ണയിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. യുക്രൈൻ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെടുമ്പോൾ റഷ്യ അതിന് തയ്യാറല്ല. വെടിനിർത്തൽ യുക്രൈൻ പുതിയ ആയുധങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുമെന്നാണ് റഷ്യയുടെ ആശങ്ക. നിലവിൽ യുദ്ധകളത്തിലുള്ള മേൽക്കൈ നിലനിർത്തിക്കൊണ്ട് ചർച്ചകൾ നടത്താനാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയിലെ ചില പ്രധാന കടമ്പകളുണ്ട്. ഒന്നാമതായി, റഷ്യൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഡൊണേറ്റ്സ്, ലുഹാൻസ് തുടങ്ങിയ കിഴക്കൻ യുക്രൈൻ പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് പുടിന്റെ പ്രധാന ആവശ്യം. യുദ്ധത്തിലൂടെ ഈ പ്രദേശങ്ങളുടെ നല്ലൊരു ഭാഗം റഷ്യ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കാൻ സെലൻസ്കിക്ക് കഴിഞ്ഞില്ല. ഭൂമി വിട്ടുകൊടുത്താൽ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് സൈനികരുടെയും സാധാരണക്കാരുടെയും ജീവൻ വെറുതെയാവുമെന്ന ചോദ്യം യുക്രൈനിൽ ഉയർന്നു വരും. ഇത് സെലൻസ്കിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അപകടത്തിലാക്കും.